കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും അതുപോലെ വി ഡി സതീശനും ഒന്നിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതൊരു കൗതുകമായി. അവരെങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും ഒന്നിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാറില്ല. നേതാക്കന്മാർ അവർക്ക് രണ്ടും രണ്ടായി അഭിപ്രായങ്ങൾ പറയുകയായിരുന്നു പതിവ്. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് എം വി രാജേഷിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർ ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള ഐക്യം വ്യക്തമാക്കാൻ തീരുമാനിച്ച സംയുക്ത വാർത്താ സമ്മേളനം ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. രാഷ്ട്രീയകാര്യ സമിതി ചേർന്ന് ദിവസങ്ങൾക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ കാര്യമില്ല എന്നാണ് വിലയിരുത്തൽ. പാർട്ടിയിലെ തർക്കങ്ങൾ പറഞ്ഞു തീർത്ത ശേഷം വാർത്താ സമ്മേളനം മതിയെന്ന നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. പുനഃസംഘടനയിൽ ചർച്ച തുടരാൻ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് തിരിച്ചു വന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിലൊന്നും ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നില്ല. ഇവരൊന്ന് പറയും പിറ്റേന്ന് മാറിപ്പറയും എന്നത് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഈ പടലപ്പിണക്കം തീർക്കാൻ ഹൈക്കമാൻഡ് പഠിച്ച പണി 18 നോക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ്. എന്തായാലും കോൺഗ്രസിന്റെ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാൻ വേണ്ടി കൂടിയിട്ടാണ് 1.5 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നത്. പക്ഷേ ഈ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നതിന് ശേഷം അതിനകത്ത് നടന്ന സംഭവങ്ങൾ പുറത്തു പോയത് അത് പ്രതിപക്ഷ നേതാവിനടക്കം വലിയ അമർഷമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അതിനുശേഷം തീരുമാനിച്ചിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം അവർ റദ്ദാക്കിയത്. അന്ന് കോൺഗ്രസ് നേതാവ് പി വി മോഹനന്റെ അപകടത്തെ തുടർന്നാണ് സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കിയതെന്നാണ് നേതാക്കൾ പറഞ്ഞതെങ്കിലും അതല്ല പ്രധാനമായ കാരണം നേതാക്കൾ തമ്മിൽ ഒരു ഐക്യവും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ട്. അതിനെ തുടർന്നാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തിയെങ്കിൽ പോലും നേതാക്കൾ തമ്മിൽ ഇപ്പോഴും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഈ ദീപാദാസ് മുൻഷി AICC ജനറൽ സെക്രട്ടറി കേരളത്തിൽ വന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒറ്റയ്ക്ക് കണ്ടിരുന്നു. ആ സമയത്ത് അവർക്കുണ്ടായിരുന്നു, അതായത് ഹൈക്കമാൻഡിനുണ്ടായിരുന്ന ഒരു ആലോചന കേരളത്തിൽ പുനഃസംഘടന വേണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് നിലപാടാരായനാണ് ഓരോ നേതാക്കളെയും ഒറ്റയ്ക്ക് അവർ കണ്ടത്. പ്രതിപക്ഷ നേതാവിനെയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കെ മുരളീധരനെയും AP അനിൽകുമാറിനെയും സണ്ണി ജോസഫിനെയും ബെന്നി ബെഹനാൻ അടക്കമുള്ളവരെ ഒറ്റയ്ക്ക് കണ്ടിരുന്നു. അവരെല്ലാം വ്യത്യസ്ത നിലപാടുകളായിരുന്നു എടുത്തിരുന്നത്. ചിലർ കെ സുധാകരനെ മാറ്റണം, ഒപ്പം വി ഡി സതീശനെ മാറ്റണമെന്നൊരു നിലപാടെടുത്തു. ചിലർ കെ സുധാകരൻ മാത്രം മാറിയാൽ മതി, വി ഡി സതീശൻ തുടരട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അവർ ദില്ലിക്ക് മടങ്ങിയിരുന്നു. ദീപാദാസ് മുൻഷി വീണ്ടും കേരളത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അവർ വീണ്ടും കേരളത്തിൽ തിരിച്ചെത്തി കേരളത്തിൽ പുനഃസംഘടന കൂടിയേ തീരൂ എന്നൊരു ആലോചനയിലേക്ക് എത്തിയത്. എന്തായാലും വീണ്ടും അവർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്ന ഒരു സംഭവം, നേരത്തെ തീരുമാനിച്ചിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതിന് അവർ നേതാക്കൾ തമ്മിലുള്ള അനൈക്യം തന്നെയാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകാത്തതിന്റെ പ്രധാനമായും കാരണം രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരുമിച്ചെടുത്ത തീരുമാനം ഇതുവരെയ്ക്കും നടപ്പിലാക്കാൻ സാധിക്കാത്തത് നേതാക്കൾ തമ്മിലുള്ള അനൈക്യം കൊണ്ടെന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ടില്ല. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.